ബിഗ് ബോസ് മലയാളം സീസൺ 6 അതിന്റെ 9ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു. ബിഗ് ബോസ് വീട്ടിലെ 3ാമത്തെ പവർ ടീം നിലവിൽ വരുന്ന ദിവസം കഴിഞ്ഞ ആഴ്ച നടന്ന ടാസ്കുകളിൽ നിന്നും ഋഷിയെ ബിഗ് ബോസ് വീട്ടിലെ 9ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പുതിയ ടീമുകളെ തിരിക്കാനും പവർ ടീം അംഗങ്ങളെ കണ്ടെത്താനും ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഋഷിയിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ഋഷിയിലേക്ക് തന്നെയാണ്. ബിഗ് ബോസ് ഗെയിമിന്റെ ഏറ്റവും നിർണായകമായ ഒരു പവർ ടീം അല്ലെങ്കിൽ ഒരു ടീമിന്റെ കാലഘട്ടമാണ് ഈ അടുത്ത 4 ആഴ്ചകൾ. ഈ സമയത്താണ് ബിഗ് ബോസ് വീട്ടിൽ എല്ലാ ഗെയിമുകളും അതിന്റെ ഉച്ചസ്ഥായിലെത്തുകയും നിർണായകമായ ഗെയിം ചേഞ്ചുകൾ ഉണ്ടാകുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ കണ്ണുകളും ഋഷിയിലേക്ക് തന്നെയായിരിക്കും. ഋഷി ആരൊക്കെയാകും പവർ ടീമിൽ ഉൾപ്പെടുത്തുക, ഏത് തരത്തിലുള്ള സ്ട്രാറ്റജി ആയിരിക്കും ഋഷി യൂസ് ചെയ്യുക, തന്റെ അടുപ്പക്കാരെയും പ്രിയപ്പെട്ടവരെയും പവർ ടീമിലേക്ക് എത്തിച്ച് അവരെ സേഫാക്കി നിർത്തുകയാണോ, അതോ ബിഗ് ബോസ് വീട്ടിൽ സ്ട്രോങ് അല്ലാത്ത മത്സരാർത്ഥികളെ പവർ ടീമിനുള്ളിൽ തിരികെ കയറ്റി അവരെ സേഫ് ആക്കുകയാണോ? ഇതൊന്നുമല്ല, ബിഗ് ബോസ് വീട്ടിലെ കരുത്തന്മാരെ തന്നെ പവർ ടീമിലാക്കി ബിഗ് ബോസ് വീട്ടിൽ പിന്നോട്ട് നിൽക്കുന്ന മത്സരാർത്ഥികളെ പൊതുജനങ്ങൾക്കിടയിലേക്ക് വോട്ടിങ്ങിന് വേണ്ടി നോമിനേറ്റ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിൽ പവർ ടീമിന് വെളിയിൽ നിർത്തുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കുമോ ഋഷി മുന്നോട്ട് വെക്കുക എന്നതും എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം അപ്പുറം കഴിഞ്ഞ ആഴ്ച ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിട പറഞ്ഞ് പുറത്തു പോയിരിക്കുന്നു. അതിനുശേഷം ടീമുകൾ തിരിക്കുന്നതിന് മുൻപായി മറ്റാരെങ്കിലും ബിഗ് ബോസ് വീട്ടിലേക്ക് ഇനി എത്താൻ സാധ്യതയുണ്ടോ? കഴിഞ്ഞ 2ാമത്തെ പവർ ടീം തിരഞ്ഞെടുക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഏതാണ്ട് 6ഓളം മത്സരാർത്ഥികൾ വൈൽഡ് കാർഡ് എൻട്രിയായി ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിച്ചത്. അതുപോലെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് ഇനിയും കടന്നു വരുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും റീ എൻട്രി ഉൾപ്പെടെയുള്ളവ നടക്കാൻ സാധ്യതയുണ്ടോ എന്നിവയും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ്. ഏതായാലും ഈ പവർ ടീമിന്റെ കാലഘട്ടത്തിൽ ഈ പവർ ടീമിന് കാലാവധിയുള്ള 4 ആഴ്ചയിലായിരിക്കും ബിഗ് ബോസ് വീട്ടിലെ നിർണായകമായ ഗെയിമുകൾ നടക്കുകയും മത്സരാർത്ഥികളുടെ ഫൈനൽ പോയിന്റുകൾ ഏകദേശം നിർണ്ണയിക്കപ്പെടുകയും ചെയ്യുക.